നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെത് റോക്കറ്റ് വേഗതയിലാണ്. അങ്ങനെ വേണം. നല്ല കാര്യങ്ങളിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലല്ല. വളരെ ഹൈ സ്പീഡാണ്. ആ സ്പീഡ് അങ്ങനെ വരുന്നു എന്നുള്ളത് അതിൻ്റെ പുറയിലോട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആലോചിക്കുമ്പോൾ മനസ്സിലാവും സ്പീഡ് വരുന്നത് എങ്ങനെയാണെന്ന് ആളുകൾക്ക്. അപ്പോൾ ഇവിടെ ഈ മദ്യനയം ഒന്ന് പുതുക്കണം എന്നുള്ള ഒരു ആവശ്യം ബാർ ഉടമകൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു വർഷമല്ല, കുറേ വർഷങ്ങളായിട്ട് നടന്നിട്ട് അവരവസാനം പണം പിരിച്ചു കൊടുത്താൽ കാര്യം ശരിയായി കിട്ടും, സമയം ദീർഘിപ്പിച്ച് കിട്ടും എന്ന് പറയുന്ന ഒരു ഫോൺ സന്ദേശം അത് വെളിയിലായി. അത് ചോർന്നു പോയി. അത് പ്രതിപക്ഷം വലിയ പ്രശ്നമാക്കിയെടുത്തു. അതോടുകൂടിയുണ്ടല്ലോ ഗവൺമെൻറ് തടി തപ്പിയത് അതിനകത്ത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അന്വേഷണം ഇങ്ങനെ നടക്കും. അപ്പോൾ പണം പിരിച്ചു കൊടുത്താൽ കാര്യം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ പണം ആർക്കാ കൊടുക്കണ്ടേ? ഇവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി അതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾക്കും അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മറ്റാളുകൾക്കുമാണ് വേണ്ടത്, കൊടുക്കേണ്ടത് എന്നുള്ളത് വിവാദ വെളി വന്നതോടുകൂടി ആകെപ്പാടെ ചമ്മലായി. പെട്ടെന്നൊരു അന്വേഷണം, ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് അതിൽ നിന്ന് തടിയൂരി. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഏതിനും അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കാര്യം തീരും. എന്ത് തോന്നിവാസം കാണിച്ചാലും ഒരു അന്വേഷണം നമുക്ക് പ്രഖ്യാപിച്ചാൽ മതി, എല്ലാം ശരിയാവും. അപ്പോൾ ഇവിടെ ജനുവരി 29 അതായത് നമ്മുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം, അന്ന് 3:43 ഉച്ചയ്ക്ക് 3:43 PM നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുത്തുനിന്ന് ഈ ബാർ ഉടമകൾ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചേക്കുന്നതിൻ്റെ ആ ഫയൽ ഞാൻ തരാൻ പറഞ്ഞു, കൊടുത്തയക്കാൻ പറഞ്ഞു. കാരണം ഈ ഫയൽ അവിടെ പോയിട്ടുണ്ടല്ലോ, അവിടെ കിടക്കുക. അതിലൊരു തീരുമാനം എടുക്കാൻ എക്സൈസ് മന്ത്രി യഥാർത്ഥത്തിൽ ബോധമുള്ളതുകൊണ്ടായിരിക്കും തയ്യാറായില്ല. കാരണം ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. ഏതായാലും ശരി, അവിടെ ഫയൽ ഇങ്ങനെ എഴിഞ്ഞ് നീങ്ങുക. അപ്പോൾ അതിന് സ്പീഡ് പോരാത്തതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇത് ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഫയൽ മുഖ്യമന്ത്രി നോക്കി, കൃത്യം 49.5 മണിക്കൂർ കഴിഞ്ഞ ഉടനെ, അതായത് ജനുവരി 31 വൈകുന്നേരം 5:15 ഓർഡർ കൊടുത്തു, എൻ്റെ സമയം ദീർഘിപ്പിച്ചോളാൻ. അതായത് രാത്രി 10 മണി വരെ ഉണ്ടായിരുന്ന ബാറിൻ്റെ സമയം അത് രാത്രി 12 മണി വരെ ദീർഘിപ്പിക്കാൻ പറഞ്ഞു. ഒരു തീരുമാനം എടുത്തു. വളരെ വലിയ ഒരു തീരുമാനമാണ്, പെട്ടെന്നാണ് എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ വരാൻ പോകുന്നു. വളരെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ സർക്കാരിനായാലും പ്രതിപക്ഷത്തിനായാലും എല്ലാവർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ വേണ്ടി ഉണ്ട്. അതായത് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ വേണം. കാരണം ഈ ഇലക്ഷന് കൊണ്ട് മറിക്കണ്ടേ പണം. അതിനു വേണ്ടി അത് മറിക്കത്തൊന്നുമില്ല, ഓരോരുത്തരും പോക്കറ്റിൽ പോകുന്നതല്ലാതെ ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാറൊന്നുമില്ല, വേണം. അപ്പോൾ അങ്ങനെ നോക്കുന്നുടനെ ഇങ്ങനൊരു തീരുമാനം എടുത്താലേ വെക്കൂ. അപ്പോൾ ഈ ബാർ ഉടമകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ലേ അവരുടേത്. അവരുടെ കാര്യം ഗവൺമെൻറ് തന്നെ നോക്കണ്ടേ, ജനങ്ങളുടെ കാര്യമല്ലല്ലോ. ഉടനെ ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയോട് ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ സമയം ദീർഘിപ്പിച്ചതല്ല, സമയം ഏകീകരിച്ചതാണ്. അതാണ്, മനസ്സിലായില്ലേ? പണ്ട് ഒരു 14 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഉള്ള, അതായത് ടൂറിസം കേന്ദ്രങ്ങളിൽ ഉള്ള ബാറുകൾക്ക് ഇതേപോലെ സമയം നീട്ടി നൽകിയിരുന്നു. ഈ 12 മണി വരെ ആക്കിയിരുന്നു രാത്രി. അപ്പോൾ ഇത് ഉടനെ അത് പോരാ, അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള ബാറുകളുടെ ആവശ്യം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒരു 74 സ്ഥലം കൂടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇതിന് ആരൊക്കെയാ ഇതിൻ്റെ പുറയിലുള്ളത് നമ്മളൊന്ന് കാണണം, നമുക്ക് മനസ്സിലാക്കണം. അതായത് ഈ ടൂറിസം വകുപ്പ് മന്ത്രി, അറിയാതെ പറ്റത്തില്ലല്ലോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടാകാൻ. പിന്നെ എക്സൈസ് വകുപ്പ്, ഇതങ്ങനെ ഒരു ട്രയാങ്കിളാണ് ഇതിനകത്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ 74 ടൂറിസം ഡെസ്റ്റിനേഷൻസിലും ഇതേപോലെ ഈ കഴിഞ്ഞ ആ 14 കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന അതേ അവസ്ഥ ചെയ്തു കൊടുത്തു. അതായത് അവർക്കും 12 മണി വരെ ആക്കി കൊടുത്തു. ഉടനെ വലിയ മറുപടിയായി ബാക്കിയുള്ള ബാറുകൾക്കൊക്കെ. അവർക്ക് ഇത് അത്യാവശ്യമായിട്ട് വേണം, സമയം നീട്ടിക്കിട്ടണം.
അപ്പോൾ ഇത് നമ്മുടെ മന്ത്രി എടുത്ത് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ വർത്താനം പറഞ്ഞേ, സമയം ദീർഘിപ്പിച്ചതല്ല, സമയം ഏകീകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ഈ കൊടുത്തേക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലെ ഇവിടെ അങ്ങ് ഏകീകരിക്കണം. എന്നിട്ട് കുറേ ന്യായങ്ങൾ, കർണാടകയിലെ മറ്റേ ഇതാണ്, ബോംബെയിൽ ഇത്ര സമയമുണ്ട്, അതൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? കേരളത്തിലെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ ഈ കാര്യത്തിൽ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇത് ഈ നമ്മുടെ അതായത് മദ്യവർജനം എന്നുള്ള നയത്തിന് എതിരല്ലേ ഇതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ മദ്യ നിരോധനമല്ല ഉദ്ദേശിക്കുന്നത്. മദ്യം നിരോധിക്കാനൊന്നും പറ്റത്തില്ല, എങ്ങും മദ്യം നിരോധിക്കാനൊന്നും ഒക്കത്തില്ല കേട്ടോ. എന്നിട്ടൊരു കാര്യവും പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്ന് മദ്യ നിരോധനം ഉള്ളത് ഇപ്പം അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ മദ്യ നിരോധനമാണ്. അവിടെ മദ്യം അതായത് മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എന്നുള്ളത് കൊണ്ടാണ് അവിടെ മദ്യനിരോധനം തന്നെ ഉള്ളത്. മദ്യം അവിടെ വലിയ ഒഫൻസാണ്. മദ്യം വിൽക്കാനും വാങ്ങാനും കഴിക്കാനും ഒന്നും പാടില്ല. ഡിഫൻസിന് പേഴ്സൺസിന് മാത്രമേ ഉള്ളൂ മദ്യം കിട്ടുന്നത്, വേറെ ആരും കിട്ടത്തില്ല. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞെന്ന് അവിടെ ചെന്നപ്പോൾ കണ്ടത് ഹോട്ടലിൽ യഥേഷ്ടം മദ്യം വിളമ്പുന്നു. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിരോധനമൊക്കെ തന്നെ, പക്ഷെ അതിങ്ങനെ നടക്കാതെ, നിരോധനമൊക്കെ പേപ്പറിലേ ഉള്ളൂ എന്ന് പറഞ്ഞതായിട്ട്. അങ്ങനെ ഒരു ന്യായം കൂടാണ് നമ്മുടെ ഈ ഇവിടുത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നിട്ട് പറഞ്ഞു നമ്മുടെ നയം എന്ന് പറഞ്ഞാൽ മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തോന്ന് ഉടനെ ചോദിച്ചു. അപ്പോൾ ആരായി മദ്യവർജനം നടപ്പാക്കേണ്ടത്? ആരാന്ന് ചോദിച്ചു. മദ്യവർജനം നടപ്പാക്കേണ്ടത് സർക്കാരല്ല, മദ്യം കഴിക്കുന്നവരാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അതായത് ഈ കുടിയന്മാരാണ് മദ്യവർജനം നടപ്പാക്കേണ്ടത്. അവന്മാർക്ക് കുടിച്ചാൽ നടക്കാൻ ഒക്കത്തില്ല, പിന്നെ എങ്ങനെയാ നടപ്പാക്കുന്നേ? അതെങ്കിലും വേണ്ടേ? അതായത് ഈ കുടിച്ചിട്ട് നടക്കാൻ വയ്യാത്തവന്മാരാണ് ഇത് നടപ്പാക്കേണ്ടത്. ആദ്യം അവൻ നടക്കാൻ പഠിക്കട്ടെ, എന്നിട്ട് നടപ്പാക്കാൻ പഠിക്കട്ടെ. ഇതാണ് നമ്മുടെ ഒക്കെ കാര്യം. ഇവിടെ വന്നപ്പോൾ ഉള്ള പ്രത്യേകത പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പല പല കാര്യങ്ങൾ. ഇപ്പം അടുത്ത വർഷത്തേക്കുള്ള മദ്യനയമാണിത് വേണ്ടത്. ഈ പോകുന്ന ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു നയവും റെഡിയാക്കി കൊടുത്ത് ഉള്ള ചില്ലറയും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോയാൽ പോരാ. അടുത്ത ഗവൺമെൻറ് വേണം ഇത് അതിന് അടുത്ത ഗവൺമെൻറ്റിനൂടെ ഇത് ബാധകമായിട്ട് മാറും ഇങ്ങനെ ഒരു നയം, അല്ലെങ്കിൽ നയമാകെ തിരുത്തണം. അത് ഏത് ഗവൺമെൻറ് വന്നാലും തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ബാർ ഉടമകളുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ കോടീശ്വരന്മാരുടെ പണക്കിലുക്കത്തിന് പുറകിൽ എല്ലാവരും കാണും. ഇപ്പോൾ എന്നിട്ട് എന്താണ് അപ്പോൾ പറഞ്ഞ് മന്ത്രിയെ വേറൊരു വർത്തമാനം കൂടെ പറഞ്ഞു, അതാ രസം. ഇത് പ്രതിപക്ഷം ഇതിന് പൂർണ്ണ സപ്പോർട്ട് നൽകുന്നതാണ്. അത് ഇങ്ങേർക്ക് ഇങ്ങനെ അറിയാം? ചർച്ചയൊന്നും വന്നല്ല, പിന്നെ എവിടുന്ന് അറിയുന്നത്? പ്രതിപക്ഷത്തിന് ഇതൊക്കെ അറിയാം. പ്രതിപക്ഷം അറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇത് എതിർപ്പില്ല. പുള്ളി തീർത്തു പറഞ്ഞു. അതിൻ്റെ കാരണം അത് വി ഡി സതീശന് ഇതിനെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ വി ഡി സതീശനോട് ചോദിച്ചു ഇതിനെക്കുറിച്ച്. പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ചർച്ചയൊന്നും ഇതുവരെ സർക്കാർ നടത്തിയിട്ടില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഞങ്ങളോട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, പ്രതിപക്ഷത്തിനെ അറിയിച്ചിട്ടുമില്ല ഇങ്ങനെ സംഭവം ഉണ്ടാകും പോകുന്നു. ഇത് എന്നിട്ട് പറഞ്ഞു അത് ബാർ ഉടമകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇതിനു വേണ്ടി ഇങ്ങനെ സമീപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സമീപിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് തമാശ എന്താണെന്നറിയോ? ഗവൺമെൻറ് നേരിട്ട് ഇവരുമായിട്ട് ഡീൽ ചെയ്യാതെ ബാർ ഉടമകളെ കൊണ്ട് പ്രതിപക്ഷത്തിനോട് ഡീൽ ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാം കള്ളന്മാരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിനകത്ത് പണക്കിലുക്കം തന്നെയാണ് ഇതിൻ്റെ പുറയിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ബാർ ഉടമകളുടെ പണം പോകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. കാരണം അതേപോലെ വൃത്തികെട്ട പണം ഉണ്ടാക്കുന്നവരാണ് അവർ. ഒരുപാട് കുടുംബങ്ങളുടെ അമ്മമാരുടെയും ഭാര്യമാരുടെയും പെമ്മക്കളുടെയും ഒക്കെ കണ്ണുനീരാണ് ഈ കുടിക്കുന്നത്. അപ്പം അത് വാങ്ങി കുടിക്കുന്നവന്മാരെ അതിൻ്റെ വീതം അവരെ കയ്യിൽ നിന്ന് ഇത്തിരി പണം പോയാലൊന്നും എനിക്കതിനകത്ത് വിഷമമില്ല. പക്ഷേ ഇത് വാങ്ങിയെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ആ മാർഗം നോക്കിക്കോളൂ. ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ട് പ്രതിപക്ഷത്തിനോട് സംസാരിച്ച് ഇത് അലമ്പുണ്ടാക്കാതെ നല്ലൊരു പരിപാടി ചെയ്തു. യവന്മാരെടുത്ത് പ്രതിപക്ഷത്തിനെ ഡീൽ ചെയ്യാൻ പറഞ്ഞു. അവർ പോയി ഡീൽ ചെയ്തിട്ടുണ്ട്. അതാണ് വർത്തമാനം. കാരണം എന്താണെന്നറിയോ? ഇതിങ്ങനെ ദീർഘിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷത്തിന് വലിയ പ്രശ്നവും വലിയ പണ്ടാണെങ്കിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുമല്ലോ. അതൊന്നും ഇപ്പം ഇല്ല. കാരണം ഇത് അവരുമായിട്ടും ഡീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കാരണം. ഈ ബഹളമൊന്നും ഇപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, വരുന്നില്ല, വെളിയിലേക്ക് വരികയില്ല. ഇതാണ്. ഏതായാലും
ഇത് കോടതികൾ ഇടപെടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. എലപ്പുള്ളിയിൽ ഒരു ഡിസ്റ്റിലറി ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുക്കാനങ്ങ് തീരുമാനമെടുത്തല്ലോ. അതിന് എന്തുമാത്രം എതിർപ്പാണ് നാട്ടുകാരും അവിടുത്തെ ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അവിടുത്തെ കൗൺസിൽ മെമ്പർമാരും എല്ലാം നടത്തിയല്ലോ, നാട്ടുകാരും എല്ലാം. പക്ഷെ കൊടുത്തേ അടങ്ങും, അവിടെ കൊടുക്കും. വെള്ളം ഞങ്ങൾ കൊടുക്കും. എവിടുന്ന് മഴവെള്ള സംഭരണി ഉണ്ടാക്കും. അതുണ്ടാക്കി പാലക്കാടെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാത്ത സ്ഥലമാണ്, അവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പണ്ട് അവിടുന്ന് ഒരു കമ്പനിയെ കെട്ടിക്കാൻ പെട്ട പാട് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. വർഷങ്ങൾ ചെയ്ത സമരത്തിൻ്റെ ഫലമാണ് അവിടുന്ന് വെള്ളമൂറ്റൽ നിർത്തിയത്. അതെടുത്ത് ഊറ്റാനായിട്ട് യവന്മാരെ കൊണ്ടുവരുമായിരുന്നു. യവന്മാരെ ഡൽഹി നിരോധിച്ചേക്കുന്ന കമ്പനിയാണ്, അവിടെ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് തന്നെ കൊടുക്കണം എലപ്പുള്ളിയിൽ തീരുമാനമെടുത്തു. അവസാനം പിന്നെ എന്തായാലും ഹൈക്കോടതി അത് അങ്ങ് റദ്ദ് ചെയ്തു ഈ കരാറ്. അതോടുകൂടി ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഏതായാലും എലപ്പുള്ളിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അല്പം ആശ്വാസം ഈ കാര്യത്തിൽ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കുടിയന്മാർ ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഒരുത്തൻ ഈ ബാറിനകത്ത് വന്ന് കയറിയിട്ട് ഈ പണിയും കഴിഞ്ഞ് വരുന്നവന്മാരുണ്ടല്ലോ, അതല്ലാതെ തന്നെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായാലും ആരായാലും അവിടെ ചെന്ന് കയറിയിട്ട് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു 10 മണിക്ക് ഇത് അടയ്ക്കണമല്ലോ. അപ്പോൾ ഒരു 9:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവന്മാർ പിന്നെ കൊടുക്കത്തില്ല, പറഞ്ഞയക്കും വെളിയിലോട്ട്. അങ്ങനെങ്കിലും ആടി അങ്ങ് വീട്ടിൽ ചെല്ലുമായിരുന്നു. വീട്ടിൽ ചെന്ന് ഈ ഭാര്യ എടുത്തിട്ട് അടിക്കുക, പെൺപിള്ളേരെ ഉപദ്രവിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ആൺകുട്ടികളെ പോലും ഇഷ്ടം പോലെ എടുത്തിട്ട് മർദ്ദിക്കുന്ന മദ്യപന്മാരെ നമ്മൾ കാണാറുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇനി ഒരു ഗുണമുള്ളത്, ഈ 12 മണി വരെ കുടിക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവന്മാർ മിക്കവാറും വീട്ടിൽ ചെല്ലത്തില്ല. ഇവിടുന്ന് അടിച്ച് വന്ന് റോഡിൻ്റെ അരികിലെങ്ങാണം വായും പൊളന്ന് കിടക്കും ബോധമില്ലാതെ. പട്ടി വന്ന് മൂത്രം ഒഴിക്കും വായിൽ, അന്നേരേ അറിയും. എന്നിട്ട് പോലും അറിയത്തില്ല അവന്മാർ. ആ രീതിയിലാണ് ഈ പോക്ക്. ഇങ്ങനെ ആളുകളെ കുടിപ്പിച്ച് കൊല്ലുന്നതാണോ നമ്മുടെ മദ്യനയം? അതാണോ വേണ്ടത്? മദ്യം നിരോധിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ഈ ടൂറിസ്റ്റൊക്കെ വരുന്ന ആ സെൻറ്ററുകളും ആ സ്ഥലമൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങ് ഇതുപോലെ അടിച്ച് കിടക്കുന്ന ഒരുത്തനെ കാണത്തില്ല. മാത്രമല്ല അവിടെ നിന്ന് ഇതുപോലെ വലിയ ഹോട്ടായിട്ടുള്ള ലിക്കറൊന്നും ആരും കഴിക്കത്തില്ല. അവിടെയൊക്കെ വൈനോ ബിയറോ എങ്ങാനും മാത്രമേ ആളുകൾ കഴിക്കാറുള്ളൂ, അല്ല ഇതൊന്നും കഴിക്കത്തില്ല. അവിടെ നിന്നും ഇതുപോലെ ബോധമില്ലാതെ നടക്കുന്ന ഒരുത്തനെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ നമുക്ക് കാണാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരുത്തനും അവിടെ കാണാൻ പറ്റത്തില്ല നമുക്ക്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും അവിടെ ഇത് മദ്യം ഉള്ളതാണ്. പക്ഷേ എങ്ങും ആരും ബഹളം ഉണ്ടാക്കുന്നതോ ഒരല്പം ഉച്ചത്തിൽ സംസാരിക്കുന്നതോ പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അവർക്ക് അങ്ങനെ ഒരു അച്ചടക്കമുണ്ട്. പക്ഷേ ഇവിടെ അതില്ല. ഇപ്പോൾ എന്തുവാ പുതിയ ഒരു വലിയ വാർത്ത വരുന്നത്, മലബാർ ഡിസ്റ്റിലറീസ് എന്നും കണ്ട് പറയുന്ന ഒരെണ്ണമുണ്ട്. അവിടുന്ന് ഒരു ബ്രാൻഡി ഇറക്കാൻ പോകുന്നു പുതിയതായിട്ട് കേട്ടോ. അത് വില കുറഞ്ഞ ബ്രാൻഡിയാണ് എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ച് കുടിക്കണമെങ്കിൽ കാശ് വളരെ കുറഞ്ഞത് കൊടുക്കണ്ടേ. അതിനകത്ത് പട്ടച്ചാരയെ ഒഴിച്ച് കൊടുക്കുന്നേ ഈ ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ്. ഇത് അതിനൊരു പേരിടണമെന്ന് ഒരു മത്സരം അങ്ങ് വെച്ചു. ഏതായാലും പിന്നെ അത് വലിയ ഒച്ചപ്പാടായപ്പോഴത്തേക്ക് ആ പേരിടിയിൽ അതങ്ങ് നിന്ന്. ഇപ്പോൾ പേരിടുന്നില്ല, അതിൻ്റെ പേര് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ സാധനം വെളിയിലോട്ട് വരാവുള്ളൂ. ദാഹാർത്ഥരായ ജനങ്ങൾ കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനിടെ വേറെ ഒരാൾ പൈനാപ്പിൾ എന്നോ അതിൻ്റെ കൂടെ മുളകും ഇഞ്ചിയോ എല്ലാം കൂടി ഇട്ട് വാറ്റി അതിൽ നിന്ന് വൈൻ ഉണ്ടാക്കുന്നെന്നും പിന്നെ ചക്കയിൽ നിന്ന് വൈൻ ഉണ്ടാക്കുന്നെന്നും അത് കൊട്ടാരക്കര ഭാഗത്തൊക്കെ കണ്ടാണ്. അതിന് 1,74,00,000 രൂപ കഴിഞ്ഞ വർഷം ലാഭം കിട്ടി. ഇനി ഇപ്പം 4 കോടി രൂപയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ്. ഇതിന് ഇഷ്ടംപോലെ കാശ് കിട്ടും, പണം കിട്ടും. കാരണം ഇത് വാങ്ങിച്ച് കുടിക്കാനായിട്ടാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ ജനങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു 2/3 ഭാഗവും ചെലവഴിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ച് ലോവർ സ്ട്രാറ്റയിൽ, അതായത് ഈ സാധാരണ തൊഴിലാളികൾ. ഒരൊറ്റ തൊഴിലാളികളെ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പം ഈ എല്ലാവരും ബംഗാളികളും ഒറീസക്കാരും ഒക്കെ ആണല്ലോ ഇവിടെ ജോലി ചെയ്യുന്നതൊക്കെ. അല്ലാതെ ഇവിടെ ഉള്ളവന്മാരൊന്നും ആരും ഇവിടുത്തെ പണി ചെയ്യത്തില്ല. ഇവന്മാരൊക്കെ ഗൾഫിൽ പോയി കിടന്ന് ആ മണലിൽ കിടന്ന് അവിടെ കിടന്ന് പണിയോളൂ, ഇവിടെ ഇല്ല. ഇവർ ഏതെങ്കിലും തൊഴിലാളികൾ തിങ്കളാഴ്ച ദിവസം
ഒരൊറ്റ ഒരുത്തനെ കിട്ടത്തില്ല ജോലിക്ക്. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഞായറാഴ്ച അവന്മാരടിച്ചങ്ങ് കിടക്കുകയാണ്, ബോധമില്ല, തല പൊക്കാൻ ഒക്കത്തില്ല പിറ്റേന്ന്. ഈ മങ്കുരുണി പോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചായി അടിക്കുന്നത്. അതും കഴിഞ്ഞ് പിറ്റേന്ന് വരാൻ ഒക്കത്തില്ല, ജോലിക്ക് വരാൻ ഒക്കത്തില്ല. അപ്പോൾ ചൊവ്വാഴ്ചയായി പിന്നെ ജോലി. ഇപ്പം അങ്ങനെയാണ്. തിങ്കളാഴ്ച ആരേ ഇല്ല, ജോലിക്കൊന്നുമില്ല. റോഡിൽ ചെന്നാൽ നമ്മൾ ഭയങ്കര തിരക്ക് കാണാം. നമ്മൾ കരൂരോ അല്ലെങ്കിൽ പെരുമ്പാവൂർ ഭാഗത്തോ ഇവിടങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ തിരക്കെന്ന് പറയുന്നത് വളരെ അത്ര വലിയ തിരക്കാണ്. ആൾക്കൂട്ടം പോലാണ് ഇവർ നിൽക്കുന്നത്. നമ്മൾ ഒന്നും ഇവിടെ ഏതാണ്ട് ഉത്സവം നടക്കുവാന്ന്. അങ്ങനല്ല, അവർ ജോലിക്ക് അവരെല്ലാം കൂടെ കൂടിയേക്കുന്നതാണ്. അവിടെ നിന്നാണ് വിളിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് വീതിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഈ തിങ്കളാഴ്ച ദിവസം രാവിലെ എന്ന് നോക്കിക്കോളൂ, ഒരൊറ്റ ഒരുത്തം കാണത്തില്ല, ശൂന്യം. കാരണം ഈ കംപ്ലീറ്റ് ഈ കൊണ്ടുവന്നതെല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ ബാറിലും ഒക്കെ കൊടുക്കും, ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് പോയി അടിക്കും. മുഴുവൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ കിടക്കും, എഴുന്നേക്കാൻ വയ്യ, തല പൊക്കാൻ വയ്യ. ഇത് തന്നെ പോരാതെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ കഞ്ചാവും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അനങ്ങാൻ പറ്റുകയില്ല. അങ്ങനെ കിടക്കുന്നവരാണ് ഈ ജനം. ഒരു ജനത തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നശിക്കുന്ന ജനതയ്ക്ക് ആ നാശത്തിന് ആക്കം കൂട്ടാനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ 10 മുതൽ 12 വരെ ബാറുകളുടെ സമയം. അതിൽ KCBCയുടെ പ്രസ്താവന എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ശ്ലാഘനീയമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അമ്മമാരുടെയും പെമ്മക്കളുടെയും പെങ്ങന്മാരുടെയും എല്ലാം കണ്ണീരിൻ്റെ പുറത്താണ് ഇത് ഇങ്ങനെ ഈ ഇവരുടെ ബാറുടമകൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അതിനെ ഒരിക്കലും അത് തെറ്റെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത് യഥാർത്ഥത്തിൽ ഈ നയം ഇത് പിൻവലിക്കേണ്ടത് തന്നെയാണ് ഈ സമൂഹത്തിന് വേണ്ടി. അതാണ് ചെയ്യേണ്ടത്.